2010 ഡിസംബർ. ക്രിസ്മസ് വരാൻ ഇനിയും വെറും 5 ദിവസങ്ങൾ മാത്രമേയുള്ളൂ. 54 വയസ്സുള്ള അലനും അദ്ദേഹത്തിന്റെ മരുമകനായ മാർക്കും UK-യിൽ അവർ ജോലി ചെയ്യുന്ന ബോട്ടുണ്ടാക്കുന്ന ഒരു ഫാക്ടറിയുടെ ബ്രേക്ക് റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ട് വരുന്ന ക്രിസ്മസിന് അവരുടെ ഫാമിലിക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടതെന്ന് വളരെ സൈലന്റായി സംസാരിക്കുകയായിരുന്നു. അവർ വളരെ സൈലന്റായി സംസാരിക്കാൻ കാരണം അലന്റെ ഭാര്യയും മകളും ആ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഭാര്യയും മകളും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ വളരെ സൈലന്റായി സംസാരിക്കുന്നത്. 54 വയസ്സുള്ള അലൻ കഴിഞ്ഞ 10 കൊല്ലമായി ഈ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും അലന്റെ ഫാമിലി അതേ കമ്പനിയിൽ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അലനും ആ കഷ്ടപ്പാടുകൾ സഹിച്ച് അവിടെ തന്നെ തുടരുന്നത്. എന്നാൽ പിന്നീട് അലൻ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു മനുഷ്യനും ഇതുപോലെ സംഭവിക്കില്ലെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോകും. അതെന്താന്ന് ഈ വീഡിയോയിലൂടെ കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സമയം രാവിലെ 7 മണിയായി. അപ്പോഴാണ് അവരുടെ ജോലി യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. ആ സമയം അവർ ബ്രേക്ക് റൂമിലിരുന്ന് വരുന്ന ക്രിസ്മസിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കാരണം വരാൻ പോകുന്ന ക്രിസ്മസിനെ അത്രയ്ക്ക് ഗൗരവമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ചായക്കപ്പ് സിങ്കിലിട്ടിട്ട് അലൻ അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി ഫാക്ടറിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി. മരുമകനായ മാർക്ക് ആ സമയം കൺട്രോൾ റൂമിലേക്കും പോയി. അലൻ ജോലി ചെയ്യാൻ വേണ്ടി പോയ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫാക്ടറിയുടെ വലിയ മെഷീനുകൾ നിലകൊള്ളുന്നത്. അവിടെയുള്ള മെഷീനുകൾ റിപ്പയർ ചെയ്യാതെ ക്ലീൻ ചെയ്ത് വീണ്ടും പ്രവർത്തിപ്പിക്കുന്നതാണ് അലന്റെ പ്രധാന ജോലി. ഈ ഫാക്ടറിയിലുള്ള മെഷീനുകളെല്ലാം സാധാരണമായിട്ടുള്ള ഒരു മെഷീനുകളല്ല. ഇവിടെയുള്ള മെഷീനുകൾ ഉപയോഗിക്കണമെങ്കിൽ അത്രയേറെ പ്രവൃത്തി പരിചയമുള്ള ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ അലന് ഇത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം അലൻ ഈ മെഷീനുകളിലെ അറിയാത്ത കാര്യങ്ങളായിട്ട് ഒന്നും തന്നെയില്ല. ഏത് മെഷീനാണ് പ്രവർത്തിക്കുന്നത്, ഏത് മെഷീനാണ് പ്രവർത്തിക്കാത്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അലൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനി അലനെ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ടെക്നീഷ്യനായിട്ടാണ് കണ്ടിരുന്നത്. അന്ന് ആ ഫാക്ടറിയിലെ മോൾഡിംഗ് റൂമിലെ ഒരു മെഷീനിലെ സർക്യൂട്ട് വർക്ക് ചെയ്യാതെ കത്തിപ്പോയി. ഈ കാര്യം അലനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ആയ മെഷീൻ നന്നാക്കുന്നിടം വരെ മോൾഡിംഗ് റൂം ഷട്ട് ഡൗൺ ചെയ്തു വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അലൻ ഫാക്ടറിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെന്ന് മറ്റു മെഷീനുകളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെന്നപ്പോൾ തന്നെ അലന് മനസ്സിലായി ഈ ഒരു മെഷീൻ മാത്രം പ്രവർത്തിക്കുന്നില്ലെന്ന്. എന്നാൽ അലൻ മോൾഡിംഗ് റൂമിലേക്ക് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ വൃത്തിഹീനമായി കിടക്കുകയായിരുന്നു. മോൾഡിംഗ് റൂം എന്നാൽ ചെറിയൊരു റൂമാണ്. അതിൻ്റെ 2 സൈഡിലും വാതിലുകളുണ്ട്. കയാ ബോട്ട് ആ മോൾഡിംഗ് റൂമിൽ ഉണ്ടാക്കുമ്പോൾ പ്ലാസ്റ്റിക് എല്ലാം അതിൻ്റെ ഉള്ളിൽ തെറിക്കുന്നതാണ്. സാധാരണ രീതിയിൽ അലനാണ് ആ പ്ലാസ്റ്റിക് എല്ലാം വൃത്തിയാക്കുന്നത്. അങ്ങനെ അലൻ ഇന്ന് മോൾഡിംഗ് റൂം ഷട്ട് ഡൗൺ ആയതിനാൽ ഈ പ്ലാസ്റ്റിക് എല്ലാം വൃത്തിയാക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അതിനായി അലൻ ഒരു കമ്പി എടുത്തുകൊണ്ട് ആ മോൾഡിംഗ് റൂമിൻ്റെ അകത്തു കയറി അതിൻ്റെ ഗ്ലാസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം കുത്തിയിളക്കി ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അലൻ ആ പ്ലാസ്റ്റിക് എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മോൾഡിംഗ് റൂമിൻ്റെ അകത്തേക്ക് കയറുന്ന കതക് അടയുന്നത്. അടുത്ത സമയം അലന്റെ ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ചുറ്റും ഇരുട്ടു പടർന്നു പിടിച്ചു. കാരണം ആ മോൾഡിംഗ് റൂമിലേക്ക് വെളിച്ചം വരണമെങ്കിൽ ആ ഡോർ തുറന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ റൂമിൽ വെളിച്ചമില്ലാത്തത് അലനൊരു പ്രശ്നമായി തോന്നിയില്ല. കാരണം യഥാർത്ഥ പ്രശ്നം എന്തെന്നാൽ ആ മോൾഡിംഗ് റൂമിൻ്റെ കതകടയാൻ കാരണം അതൊരു ഓട്ടോമാറ്റിക് മെഷീൻ ആയതിനാൽ അതിൻ്റെ സർക്യൂട്ട് ബോർഡ് പ്രശ്നങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡോർ ഇപ്പോൾ ലോക്കായത്. അതുമാത്രമല്ല അലൻ ഇപ്പോൾ അതിൻ്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്നത് വെളിയിലുള്ള ആർക്കും അറിയില്ല. ഒരു പക്ഷേ മോൾഡിംഗ് റൂം ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അലന് പുറത്തു കടക്കാൻ കുറച്ചു നിമിഷങ്ങൾ മാത്രമേയുള്ളൂ. അലൻ ഇരുട്ടത്ത് ആ ഡോറുള്ള ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ ഓടി വന്നു. ശേഷം ആ ഡോർ തൻ്റെ കയ്യിലുള്ള കമ്പി ഉപയോഗിച്ച് തുറക്കാൻ ഒരുപാട് നേരം ശ്രമിച്ചു. എന്നാൽ അത് ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ ഡോർ ആയതുകൊണ്ട് തന്നെ അലന് അത് തുറക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ മോൾഡിംഗ് റൂമിൻ്റെ വെളിയിലായി ഒരു ബട്ടൺ ഉണ്ട്. അതിൽ അമർത്തിയാൽ മാത്രമേ ആ ഡോർ തുറക്കാൻ സാധിക്കുകയുള്ളൂ. അലൻ ഇതെല്ലാം അറിയാമെങ്കിലും ഭയത്തിൽ അലന്റെ കയ്യിലുണ്ടായിരുന്ന കമ്പി ഉപയോഗിച്ച് ആ ഡോർ തുറക്കാൻ ശ്രമിച്ചു. കാരണം ഈ മോൾഡിംഗ് റൂമിന്റെ കതക് അടഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അലന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കമ്പി ഉപയോഗിച്ച് അലൻ വീണ്ടും ആ കതകിൽ അടിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഉച്ചത്തിൽ അലറി വിളിക്കുകയും ചെയ്തു. വെളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എന്നെ തുറന്നു വിടൂ. കാരണം ഇനി കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഈ മോൾഡിംഗ് റൂമിന്റെ പ്രവർത്തനം തുടങ്ങുമെന്ന് പറഞ്ഞ് വളരെ ഉച്ചത്തിൽ അലൻ അലറി വിളിക്കാൻ തുടങ്ങി. അലന് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം തന്നെ അലൻ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഫാക്ടറിയുടെ വെളിയിലുള്ള മെഷീനുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള ശബ്ദം മൂലം അലൻ അലറി വിളിക്കുന്നത് ആരും കേട്ടില്ല.
അതേസമയം അലൻ അകപ്പെട്ടു പോയ ആ റൂം ഇരുട്ടിൽ നിന്നും ഇളം ചുവപ്പ് നിറമുള്ള റൂമായി മാറുകയും ചെയ്തു. പെട്ടെന്ന് ആ റൂം ഇരുട്ടിൽ നിന്നും ചുവപ്പ് നിറമായി മാറിയതിന് കാരണം അത് സാധാരണമായിട്ടുള്ള ഒരു റൂമല്ല, അതൊരു ഓവനാണ്. ഈ റൂമിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷം ആ റൂമിൽ 315 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് നിലകൊള്ളാൻ ആരംഭിക്കും. റൂമിലുണ്ടായിരുന്ന അലൻ ആ റൂം മുഴുവൻ ചുവപ്പ് നിറം കൊണ്ട് നിറയുന്നത് തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ ആരംഭിച്ചു. അതേസമയം അലൻ്റെ കയ്യിലുണ്ടായിരുന്ന കമ്പി ചൂട് കൂടിയത് മൂലം കയ്യിൽ പിടിക്കാൻ സാധിക്കാതെ താഴെ വീണു. അതോടൊപ്പം തന്നെ അലൻ നിന്നിരുന്ന ആ മോൾഡിംഗ് റൂമിൻ്റെ തറയും ചുവപ്പ് നിറം കൊണ്ട് നിറയാൻ തുടങ്ങി. ശേഷം അലൻ ഇട്ടിരുന്ന ഷൂ മെൽറ്റായി ഉരുകിപ്പോയി. ആ മോൾഡിംഗ് റൂമിലുണ്ടായിരുന്ന എയർ മോളിക്യൂൾസ് എല്ലാം ചൂടാവാൻ ആരംഭിച്ചു. അതുമൂലം അലന് ശ്വാസം പോലും വിടാൻ സാധിച്ചില്ല. ഭയത്തിൽ അലൻ ആ മോൾഡിംഗ് റൂമിലെ വാൾവ്സിൽ വളരെ ശക്തിയായി തട്ടാൻ ആരംഭിച്ചു. അപ്പോൾ അലൻ്റെ കയ്യിലെ തൊലികളെല്ലാം ആ വാൾവ്സിൽ ഒട്ടിപ്പിടിച്ചു പോയി. ശേഷം വേദന താങ്ങാൻ സാധിക്കാതെ അലൻ ആ മോൾഡിംഗ് റൂമിൻ്റെ തറയിലേക്ക് വീണുപോയി. നമ്മൾക്കാർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അലൻ ആ റൂമിലിരുന്ന് വെന്തുരുകാൻ തുടങ്ങി. അവസാനം അലൻ്റെ ശരീരം ആ മോൾഡിംഗ് റൂമിലിരുന്ന് കത്തിയെരിയാൻ തുടങ്ങി. അതിൽ നിന്നും വന്ന കറുത്ത പുക മോൾഡിംഗ് റൂമിൽ നിന്നും ഫാക്ടറിയുടെ വെളിയിലേക്ക് പടരുവാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഫാക്ടറിയിലുള്ളവർ ആ പുക ശ്രദ്ധിക്കുന്നതും ശേഷം മോൾഡിംഗ് റൂമിലേക്ക് വരുന്നതും. അവർ വന്നു നോക്കിയപ്പോൾ മോൾഡിംഗ് റൂമിൽ എന്തോ ഇരുന്ന് കത്തുന്നത് അവർക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അവർ വിചാരിച്ചത് മോൾഡിംഗ് റൂമിൻ്റെ മെഷീന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതിനാൽ അവർ ആ മെഷീൻ ഓഫ് ചെയ്യുകയും ചെയ്തു. ശേഷം അവർ മോൾഡിംഗ് റൂം തുറന്നു നോക്കിയപ്പോഴാണ് കത്തിയെരിഞ്ഞ അലൻ്റെ ശരീരം അവർ കാണുന്നത്. അലന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അലനും മരുമകനും കൂടി ബ്രേക്ക് റൂമിലിരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് അലൻ മോൾഡിംഗ് റൂമിൻ്റെ അടുത്തേക്ക് വന്നത്. അതേസമയമാണ് അവരുടെ മരുമകനായ മാർക്ക് കൺട്രോൾ റൂമിലേക്ക് പോയത്. കൺട്രോൾ റൂമിൽ ഇരുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. കാരണം അവിടെ മുഴുവൻ മെഷീൻ കൺട്രോൾ ചെയ്യുന്ന ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള ബോർഡുകളിലെ സ്വിച്ചുകളാണ് താഴെയുള്ള മോൾഡിംഗ് റൂമിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ മേളിലെത്തിയ മാർക്ക് അവിടെ ഉണ്ടായിരുന്ന കൺട്രോൾ ബോർഡിലെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ആയിരിക്കുന്നത് കാണുന്നത്. ഇതാണ് സർക്യൂട്ട് റിപ്പയർ ആയതിനുള്ള, അതായത് അലൻ ഉള്ളിലേക്ക് പോയ ആ മോൾഡിംഗ് റൂമിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ആയാൽ അതിനർത്ഥം അത് റിപ്പയർ ആയെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അതിനാൽ തന്നെ മോൾഡിംഗ് റൂമിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തന്നെ ആരംഭിക്കാം. അതിനാൽ തന്നെയാണ് മാർക്ക് ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടായ ഉടനെ തന്നെ മോൾഡിംഗ് റൂമിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ ആരംഭിച്ചു. അതുമൂലം മോൾഡിംഗ് റൂമിൻ്റെ കതകുകൾ അടഞ്ഞു. ഓവൻ ചൂടാവാനും ആരംഭിച്ചു. മോൾഡിംഗ് റൂമിൽ ഒരു വിധത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ഇല്ല. അതുകൊണ്ട് തന്നെ മാർക്ക് ആ സ്വിച്ച് ഓൺ ചെയ്തത് മൂലം തൻ്റെ ഭാവി അമ്മായിയച്ഛനെ മാർക്ക് തന്നെ കൊന്നുകളഞ്ഞു. 4 വർഷങ്ങൾക്ക് ശേഷം ആ കയാക് മോൾഡിംഗ് കമ്പനിക്ക് മാൻസിലേറ്റർ ചാർജ് നൽകി. അതായത് കൊല ചെയ്യാതെ കൊല ചെയ്യുന്നതിനെയാണ് മാൻസിലേറ്റർ ചാർജ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രായശ്ചിത്തമായി $2,40,000 ഫൈനായി അടയ്ക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ സേഫ്റ്റി ഫീച്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടെക്നീഷ്യനെ $32,000 ഫൈൻ അടയ്ക്കുകയും 9 മാസം ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും അലന് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.